ഭാര്യ നോക്കാൻ കഴിയാത്തത്ര തിരക്കുള്ളവൻ കല്യാണം കഴിക്കാൻ നിൽക്കരുത്. അവരുടെ തിരക്കും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കണമായിരുന്നു. ഇതൊരു മാതിരി. ഹോ, ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? സമാധാനായല്ലോ രണ്ടുപേർക്കും. എന്താ, എവിടെയാ, എന്തിനാ പോകുന്നേന്നൊന്നും ഞാൻ ചോദിക്കാനും പാടില്ലല്ലോ. എന്ത് ചോദിച്ചാലും നിനക്ക് ബിസിനസിനെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഒരു ഉത്തരം പറഞ്ഞ എല്ലാറ്റിനുള്ള മറുപടി ആയല്ലോ. ലോകത്താരും ബിസിനസ് ചെയ്യാത്ത പോലെയാ പറയുന്നേ. എന്ത് ബിസിനസ് ആന്ന് ചോദിച്ചാ കുറെ വായിക്കൊള്ളാത്ത പേരും അങ്ങ് പറയും. ഇതിനൊന്നും ഓഫീസും ഇല്ല, ലാഭം കൊണ്ടുവരുന്നത് കാണുന്നുമില്ല. നിക്ക്, നീ എന്തൊക്കെയാ അശ്വതേ ഒരു പരസ്പര ബന്ധവും ഇല്ലാതെ പറയുന്നത്? നിന്റെ കൂടെ വന്നിട്ട് അവൻ എങ്ങോട്ടാ പോയതെന്ന് പറ. അത് തന്നെയല്ലേ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞത്. വെറുതെ വീട്ടിലിരുന്ന് എന്നെ ഡിന്നറിന് കൊണ്ടുപോവാന്നും പറഞ്ഞ് ഹോട്ടലിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ആരുടെ ഫോൺ വന്നപ്പോ എനിക്കൊരു വണ്ടി വിളിച്ചു തന്ന് അതി കയറി വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. ഇതൊക്കെ എന്ത് മര്യാദയാണെന്ന് എനിക്കറിയില്ല. അഷി, പൃഥ്വിക്ക് എന്തേലും എമർജൻസി വന്നു കാണും. അതെന്ത് അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റാത്തത്ര ബുദ്ധിക്കുറവൊന്നും എനിക്കില്ലല്ലോ. പിന്നെന്താ കാര്യം പറഞ്ഞ? അതോ എന്നോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും അത്യാവശ്യമാണോ? കല്യാണത്തിന് മുൻപ് തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നതാ. അന്ന് ഡ്രസ് എടുക്കാൻ വന്നപ്പോ എല്ലാരെയും നിർത്തിയിട്ട് പൃഥ്വി പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നേ നിങ്ങൾ എല്ലാവരും പൃഥ്വിയെ സപ്പോർട്ട് ചെയ്തതും ഇതേ തിരക്കിന്റെ കാരണം പറഞ്ഞു തന്നെയാ. അഷിത പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. പൃഥ്വിയോട് നമുക്കിതിനെ കുറിച്ച് സംസാരിക്കാം. എന്താ അഷിത ഇങ്ങനെ ഓരോ സ്ഥലത്തും ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്നത് ഒട്ടും ശരിയല്ല. ഭാര്യ നോക്കാൻ കഴിയാത്തത്ര തിരക്കുള്ളവൻ കല്യാണം കഴിക്കാൻ നിൽക്കരുത്. അവരുടെ തിരക്കും കൊണ്ട് ഒറ്റയ്ക്ക് ജീവിക്കണമായിരുന്നു. ഇതൊരു മാതിരി. ഹോ, ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നോ? സമാധാനായല്ലോ രണ്ടുപേർക്കും. നിന്റെ കരിങ്കണ്ണ് കാരണോ ഞാൻ ഇതെല്ലാം അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടെ ഇറങ്ങാൻ നേരത്തെ സ്റ്റാർ ഹോട്ടലിലെ ഡിന്നറിന് പോകുവാന്ന് ഞാനൊന്ന് പറഞ്ഞുപോയി. അപ്പൊ തന്നെ നീ പ്രാഗിയിട്ടുണ്ട്. അതാ എനിക്ക് ഇങ്ങനെ സങ്കടപ്പെടേണ്ടി വന്നത്. നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടി. നീ അനുഭവിക്കും, നോക്കിക്കോ. അഷി, നമ്മൾ എന്ത് ചെയ്തിട്ടാ അഷിത ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്നേ? അവളുടെ സങ്കടം കാരണം പറയുന്നതാ, അത് കാര്യാക്കണ്ട. അതെ, എല്ലാത്തിനും മറുപടി പറയാനും വഴക്കിടാനും നിന്ന് അതിനേ സമയമുണ്ടാവും. എന്നാലും പൃഥ്വി എവിടെ പോയതായിരിക്കും? നമ്മൾ എങ്ങോട്ടായി പോകുന്നത്? എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ അയാളെ പോയി തിരക്കുന്നത്. എനിക്കും അറിയില്ല. പക്ഷേ തിരക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മേനോൻ സാറിന്റെ ഓർഡർ ആയി പോയില്ലേ? അറിയാവുന്ന പോലീസുകാരെയൊക്കെ വിളിച്ചു ചോദിച്ചു. ഒരു സ്റ്റേഷനിലും അങ്ങനെ ഒരു അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ആർക്കും അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അറിയുക പോലുമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നത് അണ്ടർ കവർ പോലീസ് അറസ്റ്റ് ചെയ്തെന്നാ. അങ്ങനെ ആയാൽ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നില്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കും അറിയാം. പക്ഷെ അന്വേഷിക്കല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. സത്യം പറയാലോ ഗിരിജെ, അഷിതയുടെ കാര്യത്തില് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാ ഇതുപോലൊരു കല്യാണം വന്നത്. പൃഥ്വിയുടെ ആലോചന വന്നില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അഷിയുടെ ഭാവി? അച്ഛനെന്ന് പറയുന്ന ആൾക്കേ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. നാത്തും ഭാഗ്യവതിയാ. സമയമായപ്പോ എല്ലാം ഭംഗിയായിട്ട് നടന്നല്ലോ. എന്റെ കാര്യ പ്രശ്നം. ഇതുവരെ അഞ്ജുന് ആലോചനകളൊന്നും വന്നില്ലല്ലോ. ഗിരിജെ, നീ വിഷമിക്കാതെ, എല്ലാം ശരിയാവും. നമുക്കേ അഞ്ജുവിന്റെ ജാതകമായിട്ട് ജോത്സ്യനെ ഒന്ന് പോയി കാണാം. കല്യാണ സമയമായോന്ന് അപ്പ അറിയാലോ. അത് ശരിയാ.
കല്യാണം എന്ന് പറയുന്നതൊക്കെ ഒരു യോഗമാണ്. നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും അത് വിധി പോലെ നടക്കും. അത് നേരാ. അഞ്ജുവിന് കല്യാണത്തിനുള്ള സമയമായിട്ടുണ്ടെങ്കിലേ ആലോചന നോക്കിയിട്ട് കാര്യമുള്ളൂ. ഉം. ആ അഷിയാണല്ലോ. നമ്മൾ അവളുടെ കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ തന്നെ അവള് വിളിച്ചത്. നാത്തു ഫോൺ എടുക്ക്. എന്താ വിശേഷം എന്നറിയാലോ. ഉം. ഹലോ അഷി. എനിക്ക് മടുത്തമ്മേ ഈ ജീവിതം. അഷി എന്താ മോളെ, എന്തു പറ്റി? എന്തിനാ നീ കരയുന്നേ? എനിക്ക് ഈ വീട്ടിൽ ആരുമില്ല. എല്ലാവർക്കും ആ ദുർഗയുടെ സ്നേഹം. അവളുടെ കാര്യം ഓർത്ത് നീ എന്തിനാ വിഷമിക്കുന്നേ? നിനക്ക് പൃഥ്വിയില്ലേ? നീ അവനെ കുറിച്ച് മാത്രം ചിന്തിച്ചാ പോരെ? എന്താ നാത്തുനെ, എന്താ പ്രശ്നം? അഷിമോൾ എന്തിനാ കരയുന്നേ? എനിക്കറിയില്ല ഗിരിജെ. ഞാൻ ഫോൺ സ്പീക്കറിലിടാം. അഷി പറയുന്ന നീ കൂടി ഒന്ന് കേക്ക്. ആ അതാ നല്ലത്. എന്റെ വിഷമം അപ്പച്ചി കൂടി അറിയട്ടെ. ആ ശരി, ദാ പറയേ. അഷി എന്താ മോളെ, നിനക്കെന്താ പറ്റിയത്? അപ്പച്ചിയോട് പറ. ദുർഗ ഇവിടെ സുഖിക്കുകയാണ് അപ്പച്ചി. എന്റെ കൺമുന്നില് അവൾ എല്ലാ സന്തോഷത്തോടും കൂടി ജീവിക്കുക. പക്ഷെ എനിക്കാണെങ്കിൽ ഒന്നുമില്ല. എന്റെ ഗിരിജ ഇവളെ എന്തൊക്കെയാ പറയുന്നേ? അതെ, നീയല്ലേ ആ വീട്ടിലെ മരുമകള്, അല്ലാതെ ആ ദുർഗയൊന്നും അല്ലല്ലോ. മരുമകൾ എന്ന പേര് മാത്രമേ എനിക്കുള്ളൂ. പക്ഷെ എല്ലാ സൗകര്യവും അവക്ക. അവള് പറയുന്ന പോലെയാ ഇവിടെ പല കാര്യങ്ങളും നടക്കുന്നേ. അത് മാത്രമല്ല, ആ കിരൺ അവളെ താഴത്തെ തലയിലും വെക്കാതെ കൊണ്ട് നടക്കുന്നേ. അവൻ എന്തെങ്കിലും കാണിക്കട്ടെ. പൃഥ്വി നിന്നെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ, അതുപോരെ. ഒന്നുമല്ല, പൃഥ്വിക്ക് ഒന്നിനും സമയമില്ല. ഏത് നേരവും തിരക്ക. ആ കിരണിന്റെയും ദുർഗയുടെ ലൈഫ് കണ്ടിട്ട് എനിക്ക് കൊതിയാവുക. മോള് വിഷമിക്കാതെ. കിരണിനെ പോലെയാണോ പൃഥ്വി? അവൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളതല്ലേ. അപ്പൊ അതിന്റേതായ തിരക്കുകളും ഉണ്ടാവും. അതുകൊണ്ട് എനിക്കെന്താ? എനിക്ക് വേണ്ടത് കുറെ പണവും സൗകര്യങ്ങളും ഒന്നും അല്ല, സന്തോഷമുള്ള ഒരു ജീവിതമാ. മോളെ നീ ഒന്ന് സമാധാനിക്ക്. വെറുതെ ദേഷ്യത്തിന്റെ പേരിൽ എടുത്തു ചാടി നിന്റെ ജീവിതം നശിപ്പിക്കരുത്. അതെ മോളെ, ഈശ്വരനായിട്ട് തന്ന ഭാഗ്യമാണ് നിന്റെ ഈ ജീവിതം. അത് നശിപ്പിക്കുന്ന രീതിയിൽ മോളൊന്നും ചെയ്യരുത്. ആ കിരണിനും ദുർഗയ്ക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. അതുപോലെ അല്ല നീ. എന്ത് പ്രശ്നം ഉണ്ടായാലും ഒന്നും മിണ്ടാതെ എല്ലാം സഹിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നേ? അങ്ങനെയല്ല. തൽക്കാലം മോളായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. അതെ, ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കാം. ശരി, ഞാൻ വെക്കുക. എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാക്കി തരണം. ശരി മോളെ, നീ സമാധാനായിട്ടിരിക്കെ.